Hi everyone, welcome back to Baby's Magic Desk. നല്ലൊരു പെർഫെക്റ്റ് ചോക്ലേറ്റ് മിറർ ഗ്ലേസിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജെലാറ്റിൻ 16 ഗ്രാംസ്, ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 ഗ്രാംസിൻ്റെ 4 ഷീറ്റ്സാണ്. വാട്ടർ 1/2 കപ്പ്, ഷുഗർ 1 കപ്പ്, ചോക്ലേറ്റ് ചിപ്സ് 1 കപ്പ്, കൊക്കോ പൗഡർ 1/3 കപ്പ്, ഹെവി ക്രീം 1/3 കപ്പ്. ഇൻഗ്രീഡിയൻസ് എല്ലാം മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ഷീറ്റാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പൗഡേർഡ് ജെലാറ്റിനും യൂസ് ചെയ്യാം. പൗഡേർഡ് ജെലാറ്റിൻ യൂസ് ചെയ്യുമ്പോൾ അത് 16 ഗ്രാംസ് മെഷർ ചെയ്തെടുത്താൽ മതി. പിന്നെ ഷുഗർ വേണം, ചോക്ലേറ്റ് ചിപ്സ് വേണം, വാട്ടർ വേണം, കൊക്കോ പൗഡർ, ഹെവി ക്രീം. ഇത്രയും ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വയ്ക്കുക. ആദ്യം നമ്മൾ ജെലാറ്റിൻ ഷീറ്റ്സ് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കണം, നല്ല തണുത്ത വെള്ളത്തിൽ. അതിന് കറക്റ്റ് എമൗണ്ട് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ജെലാറ്റിൻ ഷീറ്റ്സൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം, അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ജെലാറ്റിൻ പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിലും അതൊന്ന് ബ്ലൂം ചെയ്യാൻ വെക്കണം. ഒരു ചെറിയ ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൻ്റെ മുകളിൽ ജെലാറ്റിൻ്റെ പൗഡർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുത്താൽ മതി. അതങ്ങനെ ഹൈഡ്രേറ്റഡ് ആയിക്കോളും. നമ്മൾ മെഷർ ചെയ്ത് വെച്ചിട്ടുള്ള 1/2 കപ്പ് വാട്ടർ എടുത്തൊരു പാനിലൊഴിച്ച് അതിലേക്ക് തന്നെ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് 1 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാൻ. ഇനി മെഷർ ചെയ്ത് വെച്ചിട്ടുള്ള 1 കപ്പ് ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 150 ഗ്രാംസാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാനെപ്പോഴും റെക്കമെൻഡ് ചെയ്യണത് നിങ്ങൾ ഗ്രാം അളവിൽ തന്നെ മെഷർ ചെയ്തിട്ട് ഇൻഗ്രീഡിയൻസൊക്കെ എടുക്കാനാണ്. കാരണം നമ്മൾ ബാർ ചോക്ലേറ്റ് ചോപ്പ് ചെയ്ത് 1 കപ്പ് എടുത്തു കഴിഞ്ഞാൽ 150 ഗ്രാംസ് ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുത്താൽ അത്രയും നല്ലതാണ്. ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ കുറച്ചുകൂടെ കുറഞ്ഞു വരുന്നുണ്ടാവും. ഇനി കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൊക്കോ പൗഡറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഹെവി ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഹെവി ക്രീമൊക്കെ ഒഴിക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ആ തണുപ്പിൽ തന്നെ ഡയറക്റ്റ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ മൊത്തം ഒന്ന് ഡ്രോപ്പായി പോകും. അപ്പോൾ നമുക്ക് ജെലാറ്റിൻ ഡിസോൾവ് ചെയ്യാനുള്ളൊരു ടെമ്പറേച്ചർ അതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കതിൻ്റെ ടെമ്പറേച്ചർ ഒന്നുകൂടെ കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ബോയിലറിൻ്റെ മുകളിലൊന്ന് വെച്ചാൽ മതി. എന്നിട്ടൊരു 50 ഡിഗ്രിയുടെയും 60 ഡിഗ്രിയുടെയും റേഞ്ചിൽ വരുമ്പോൾ വീണ്ടും അതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഡബിൾ ബോയിലറിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ജെലാറ്റിൻ ആഡ് ചെയ്ത് കൊടുക്കുക. ജെലാറ്റിൻ ഷീറ്റ്സൊക്കെ ഇതുപോലെ എടുത്ത് എക്സസ് വാട്ടർ ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഈ ബ്ലൂം ചെയ്യാൻ വെച്ചിട്ടുള്ള ജെലാറ്റിൻ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിലും അതിൽ എക്സസ് വാട്ടർ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് അരിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്കൂപ്പ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഈ ചോക്ലേറ്റ് ഗ്ലേസിന് ഇനഫ് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അത് ജെലാറ്റിൻ നന്നായിട്ട് ഡിസോൾവ് ആയി കിട്ടും. ഇനി ഡിസോൾവ് ആകുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഡബിൾ ബോയിലറിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് ഡിസോൾവ് ആയി പോകും. അത് നന്നായിട്ട് ഡിസോൾവ് ആയി പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഗ്ലേസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ജെലാറ്റിൻ്റെ പീസസ് ഒന്നും പാടില്ല. പിന്നെ ഇമേർഷൻ ബ്ലെൻഡറൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് യൂസ് ചെയ്താൽ നമുക്ക് മെൽറ്റ് ആവാതെ കിടക്കുന്ന ചോക്ലേറ്റിൻ്റെ വല്ല പീസസും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടും.
അപ്പോൾ ചോക്ലേറ്റ് ഗ്ലേസിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഗ്ലേസിന് ഒന്നുകൂടെ ഡാർക്ക് കളർ വേണമെങ്കിൽ 2 ഡ്രോപ്പ് ബ്ലാക്ക് ജെൽ കളറും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഗ്ലേസിനൊന്ന് അരിച്ചെടുക്കണം. എയർ ബബിളൊക്കെ പോകാൻ നല്ലതാണ്. പിന്നെ ചോക്ലേറ്റിൻ്റെ എന്തെങ്കിലും പീസസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവായി കിട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അരിച്ചെടുത്തിട്ട് തന്നെ യൂസ് ചെയ്യുക. നമ്മുടെ ചോക്ലേറ്റ് മിറർ ഗ്ലേസ് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊഴിക്കുന്നത് നേരത്തെ ഞാൻ ചോക്ലേറ്റ് ഗനാഷിൽ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കേക്കിൻ്റെ മുകളിലാണ്. ഇതൊരു 9 ഇഞ്ചസിൻ്റെ ചോക്ലേറ്റ് കേക്കാണ്. ഗ്ലേസ് ഒഴിക്കുമ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിരിക്കണം. അതുപോലെ ഗ്ലേസിൻ്റെ ടെമ്പറേച്ചർ 30 ഡിഗ്രി അബവ് ആവാനും പാടില്ല. ഒരു 28-29 ഡിഗ്രി സെൽഷ്യസിൻ്റെ ആ ഒരു ടെമ്പറേച്ചറിലാണ് നമ്മൾ ഗ്ലേസ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഗ്ലേസിൻ്റെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ആ ഷാർപ്പ് എഡ്ജൊക്കെ പോവും. അത് മെൽറ്റായി പോകാൻ സാധ്യത ഉണ്ട്. ഗ്ലേസ് ഒരുപാട് തണുത്തു പോയാൽ നമുക്ക് ഒഴിക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. ആ ഒരു സ്മൂത്ത് ഫ്ലോ കിട്ടില്ല. എല്ലാ പോർഷനിലും കവർ ചെയ്യുന്ന രൂപത്തിൽ ഒഴിച്ചു കൊടുക്കുക. എക്സസ് ആയിട്ട് താഴെ ഒലിച്ച് വരുന്നത് നമുക്ക് സ്പാച്ചില വെച്ചിട്ടൊന്ന് വടിച്ചെടുത്ത് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഗ്ലേസൊക്കെ ഒഴിച്ച് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സ്മൂത്തായിട്ടുള്ള മിറർ ഇഫക്റ്റ് ഉള്ള ഗ്ലേസാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്ക് ഇത്ര മിറർ ഇഫക്റ്റ് ഒന്നും വേണമെന്നില്ലെങ്കിൽ ചോക്ലേറ്റ് കേക്കിന് പറ്റിയ നല്ല സ്മൂത്ത് ഫിനിഷ് കിട്ടുന്ന സിമ്പിൾ ഗ്ലേസ് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 1:1 റേഷ്യോയിൽ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി അതിൽ ഒരു പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഷൈനിങ്ങിന് വേണ്ടി അതൊന്ന് മെൽറ്റ് ചെയ്ത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല സ്മൂത്ത് ഫിനിഷ് കിട്ടും. ഇത്രയും ഒരു മിറർ ഇഫക്റ്റ് വരില്ല എന്നേ ഉള്ളൂ. ഇതുപോലൊരു കേക്കിൻ്റെ വീഡിയോ ഞാൻ ഇട്ടപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിരുന്നില്ല. മുമ്പ് ചെയ്തിരുന്ന സമയത്ത് ചോക്ലേറ്റ് ഗനാഷിൻ്റെ റെസിപ്പി മാത്രമേ അതിൽ ചെയ്തിരുന്നുള്ളൂ. പിന്നെ അതൊരു ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിൽ ഗ്ലേസിൻ്റെ റെസിപ്പി പലരും ചോദിച്ചിരുന്നു. അതുപോലെ ചോക്ലേറ്റിൻ്റെ കേൾസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതും ചോദിച്ചിരുന്നു. അപ്പോൾ കേൾസ് ഉണ്ടാക്കുന്നത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഈ കേക്കിൽ തന്നെ സൈഡിലുള്ള ഡെക്കറേഷൻസും മുകളിലുള്ള ചോക്ലേറ്റ് നെയിം പ്ലാക്കും ഒക്കെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ ചോക്ലേറ്റ് മിറർ ഗ്ലേസിൻ്റെ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബേബീസ് മാജിക് ഡെസ്ക്. We hope you like this video. Don't forget to like, share and subscribe. See you soon with another video. Until then, take care and bye.